കറകളഞ്ഞ ഭക്തി, സ്നേഹം, സേവനം. യഥാർത്ഥ ഭക്തി എന്താണ്? ഹനുമാന് കറകളഞ്ഞ ഭക്തിയാ. ഏത് സമയത്തും എന്താ? ജയ് ശ്രീറാം, രാമചന്ദ്രന്റെ ആ പേരങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുക. രാമനാമം എഴുതിയ കല്ലുകളൊക്കെ ഈ കടലിൽ അത് സേതു കെട്ടാൻ വേണ്ടി കൊണ്ടിട്ടപ്പോൾ ഇങ്ങനെ പൊങ്ങി നിന്നു അത്രേ. അത്രയും ശക്തിയാണ് രാമനാമത്തിന്. ഇവിടെ പറയാണ് ഈ കഥയിലൂടെ നമ്മളോട്, നിങ്ങൾ എന്ത് ചെയ്യണം? പ്രതിഫലം ആഗ്രഹിക്കാത്ത സ്നേഹം നിറഞ്ഞ ഭക്തിയാണ് ഭഗവാന് വേണ്ടത്. നമ്മൾ ഒരുപാട് പൈസ അത് കൊണ്ടിടണ്ടെന്നല്ല, നമ്മളിപ്പോൾ ദ്രവ്യം ഭണ്ഡാരം ചാർത്തണം. എന്തിനാ? ഈ ക്ഷേത്രം ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കണമെങ്കിൽ നമ്മൾ വരുമ്പോൾ ഇവിടെ അങ്ങനെ വൃത്തിയായിരിക്കണം, ഈ സെറ്റപ്പൊക്കെ വേണം, അവിടെ വിളക്ക് തെളിഞ്ഞ് കാണണം, നേദ്യം വേണം, കാര്യങ്ങളൊക്കെ നടക്കണം, ദ്രവ്യം വേണം, ഭണ്ഡാരം ചാർത്തണം. പക്ഷേ അതിലും അപ്പുറം ഭഗവാൻ എന്താ വേണ്ടത്? ഭഗവാന് ഭക്തൻ്റെ ആ കറകളഞ്ഞ സ്നേഹം, ഹനുമാനെ പോലെയുള്ള ഭക്തിയാണ് വേണ്ടത്. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രസ്വാമിക്ക് ഏറ്റവും ഇഷ്ടനായി മാറിയത് ഹനുമാൻ. അപ്പം ഈ കഥയിലെ തത്വം മനസ്സിലായില്ലേ? നമ്മളെങ്ങനെ മാറണം? തുറന്ന മനസ്സോട് കൂടിയിട്ട്. ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ എന്താ? പൊതുവെ പറയും ക്ഷയാത്രായതേ ഇതി ക്ഷേത്ര. അത് സംസ്കൃത ശ്ലോകത്തിൽ ഗ്രന്ഥങ്ങളിൽ പറയുന്നതാ. സർവവിധ ക്ഷയങ്ങളിൽ നിന്നും നമ്മളെ ഉയർത്താൻ, ത്രാണനം ചെയ്യാൻ കഴിവുള്ള കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. അതിനും അപ്പുറം ക്ഷേത്രം എന്ത് കേന്ദ്രങ്ങളാ? ഹൈന്ദവനെ സംബന്ധിച്ച് ആത്മീയ വിദ്യാലയങ്ങളാണ് ഓരോ ക്ഷേത്രങ്ങളും.